വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു കാശ്മീർ കാണുക എന്നുള്ളത്. ട്രിപ്പ് അപ്ഡേറ്റ്സ് എന്ന മലപ്പുറത്തുള്ള ഒരു ഏജൻസി വഴി കാശ്മീർ യാത്രയ്ക്ക് തയ്യാറെടുത്തു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വിവിധ പ്രായക്കാർ, കുട്ടികൾ ഉൾപ്പെടെ ഞങ്ങൾ 57 പേർ ഗ്രൂപ്പിലുണ്ടായിരുന്നു. ഏപ്രിൽ 4 രാവിലെ തിരുവനന്തപുരം കൊച്ചുവേളിയിൽ നിന്നും പുറപ്പെട്ട യോഗനഗരി ഋഷികേഷ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിനിൽ 3rd AC-യിൽ ഞങ്ങൾ 2 ആൾ എറണാകുളത്ത് നിന്നും കയറി. മറ്റ് സ്റ്റേഷനിൽ നിന്നും ബാക്കി എല്ലാ പേരും ഒരുമിച്ചു. 1-ാം ദിവസം ആഹാരം കയ്യിൽ കരുതിയത് കഴിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു. വൈകുന്നേരത്തോടെ വണ്ടി കേരള അതിർത്തി കടന്നു. ഭാരതപ്പുഴയും പെരിയാറും മറ്റു നിരവധി ചെറുതും വലുതുമായ നദികളും തടാകങ്ങളും മുറിച്ചുകടന്ന് കുതിച്ചു പാഞ്ഞു. രമണീയമായ ഭൂപ്രകൃതി ശരിക്കും ആസ്വദിക്കേണ്ടത് തന്നെ. രാത്രി AC-യിലെ സുഖനിദ്ര. 756.25 കിലോമീറ്റർ നീളമുള്ള കൊങ്കൺ റെയിൽവേ മഹാരാഷ്ട്ര, ഗോവ, കർണാടക എന്നീ സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. കർണാടക, ഗോവ പിന്നിട്ട് 5-ാം തീയതി നേരം പുലർന്നത് കൊങ്കൺ ഡിവിഷനിൽ മഹാരാഷ്ട്രയിൽ രത്നഗിരിയിലായിരുന്നു. സൂര്യോദയം മുതൽ മഹാരാഷ്ട്രയുടെ ഭൂപ്രകൃതി ദൃശ്യമായി. ബീച്ചുകൾ, സഹ്യാദ്രി മലനിരകൾ, ഹരിതാഭയേറിയ താഴ്വാരങ്ങളും വയലേലകളും കൃഷിഭൂമികളും കടന്ന് ട്രെയിൻ പനവേലിൽ എത്തി. റെയിൽവേ സ്റ്റേഷൻ്റെ കെട്ടിടങ്ങളുടെ നിർമ്മിതി വേറിട്ട രീതിയിലുള്ളതായിരുന്നു. സവിശേഷമായ നിർമ്മിതി നോക്കിക്കണ്ടു. സുഹൃത്തിൻ്റെ ബന്ധുക്കൾ കാത്തുനിന്ന് 2-ാം നാളിലെ ഭക്ഷണം കൈമാറി. ഉച്ചഭക്ഷണം രുചിയോടെ കഴിച്ച് വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. നമ്മുടെ നാടിൻ്റെ വിവിധ മുഖങ്ങൾ, ഭാവങ്ങൾ, ജീവിത രീതികൾ, ശൈലികൾ, സംസ്കാരം, വേഷങ്ങൾ, ഭാഷകൾ എല്ലാം വെളിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ. അമ്പരചുംബികൾ മുതൽ ചേരികൾ വരെ. 3:30 മണിയോടെ ഗുജറാത്തിൽ പ്രവേശിച്ചു. രാത്രി 9 മണിക്ക് മധ്യപ്രദേശിലെ രത്ലാം റെയിൽവേ സ്റ്റേഷനിലെത്തി. രാജസ്ഥാനിലെ കോട്ട ജംഗ്ഷൻ രാത്രി 12 മണിയോടെ പിന്നിട്ടു. 3-ാം ദിവസം പുലർന്നപ്പോൾ ഹസ്രത്ത് നിസാമുദ്ദീനിൽ എത്തി. അതായത് 6-ാം തീയതി ഞായറാഴ്ച രാവിലെ ഞങ്ങൾ ഡൽഹിയിലെ ഹസ്രത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ ലഗേജ് ഇറക്കി. ഞങ്ങൾക്കുള്ള ബസ് കാത്ത് റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ നിന്നു. ഭംഗിയുള്ള കെട്ടിട സമുച്ചയം നോക്കി നടന്ന് കണ്ടു. നല്ല സീനറി, ചുറ്റും നല്ല പച്ചപ്പ്. പലരും ഫോട്ടോയും വീഡിയോയും എടുക്കുന്ന തിരക്കിൽ. ട്രിപ്പ് അപ്ഡേറ്റ്സിൻ്റെ സംഘാടകർക്ക് ഒപ്പം ഞങ്ങൾ ബസ്സിൽ കയറി. ഹോട്ടലിൽ റിഫ്രഷ്മെൻറ്റ് കഴിഞ്ഞ് ഒരു പകൽ മുഴുവൻ ഡൽഹി കാണാൻ സൗകര്യം ലഭിച്ചു. ആദ്യം ഹുമയൂൺ ടോംബ് സന്ദർശിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ പൂന്തോട്ട നിർമ്മിത ശവകുടീരം. അതിമനോഹരമായ പൂന്തോട്ടം. ഹുമയൂൺ ചക്രവർത്തിയുടെ മരണശേഷം ഭാര്യ ഹമീദ ബാനു ബീഗം ഭർത്താവിൻ്റെ ഓർമ്മയ്ക്കായി പേർഷ്യൻ വാസ്തുശില്പികളെ കൊണ്ട് നിർമ്മിച്ചത്. നിർമ്മാണ ചുമതല മകൻ അക്ബറിനായിരുന്നു. ടോംബിൻ്റെ ഇൻറ്റീരിയർ മുഗൾ വാസ്തുവിദ്യ കൊണ്ട് സമ്പുഷ്ടം. രാജകീയ പ്രൗഢിയിൽ മനോഹരമായ പരവതാനിയും ഷാമിയാനയും. ഇവിടെ ഹുമയൂണിൻ്റെ വാൾ, ഷൂസ്, തലപ്പാവ് എന്നിവയും സൂക്ഷിച്ചിട്ടുണ്ട്. 8 വർഷം കൊണ്ടാണ് സ്മാരകം പണി പൂർത്തിയാക്കിയത്. പേർഷ്യൻ വാസ്തുശില്പിയായ മിറക് മിർസ ഗിയാത്താണ് ഈ ടോംബ് രൂപകൽപ്പന ചെയ്തത്. ഈ വിസ്മയ കാഴ്ച തേടി തദ്ദേശീയരും വിദേശികളും ഉൾപ്പെടെ നിരവധി സഞ്ചാരികൾ ഇവിടെ എത്തുന്നു.
അടുത്ത ഊഴം കുത്തബ് മിനാറായിരുന്നു. 1192 സുൽത്താൻ കുത്തബുദ്ദീൻ ഐബക്ക് നിർമ്മിക്കുകയും 1638 സുൽത്താൻ ഫിറോസ് ഷാ തുഗ്ലക് പൂർത്തീകരിക്കുകയും ചെയ്ത മിനാരം. ഏതൊരു മിനാരവും റൗണ്ടിലാണ് നിർമ്മിക്കുന്നതെങ്കിൽ സമചതുരത്തിൽ നിർമ്മിച്ചു എന്നതാണ് ഇതിൻ്റെ സവിശേഷത. ആദ്യകാലങ്ങളിൽ പ്രാർത്ഥനാ സമയം അറിയിക്കാനും പിൽക്കാലത്ത് വിജയത്തിൻ്റെ അടയാളമായും ഈ മിനാരം കണക്കാക്കപ്പെടുന്നു. മിനാരത്തിൻ്റെ 1-ാം നില മാത്രമേ കുത്തുബുദ്ദീൻ ഐബക്കിന് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുള്ളൂ. പിൻഗാമിയായ ഷംസുദ്ദീൻ ഇൽതുത്മിഷാണ് അടുത്ത 3 നിലകൾ പണിതത്. ഇടിമിന്നലേറ്റ് കേടുപാട് പറ്റിയതിനാൽ ഫിറോസ് ഷാ തുഗ്ലക് കേടുപാടുകൾ തീർക്കുകയും അവസാനത്തെ നില പുതുക്കുകയും ഒരു നില കൂടി കൂട്ടിച്ചേർക്കുകയും ചെയ്തു. കുത്തബ് മിനാറിന് ആകെ 5 നിലകളാണുള്ളത്. 72.5 മീറ്റർ ഉയരം. ഇതിൻ്റെ ഉള്ളിൽ കയറാൻ 379 സ്റ്റെപ്പുകൾ ഉണ്ട്. തുടർന്ന് ഞങ്ങൾ ചെങ്കോട്ടയിലേക്കാണ് പോയത്. ഡൽഹിയിലെ ചരിത്രപ്രസിദ്ധമായൊരു കോട്ടയാണ് ചുവപ്പ് കോട്ട അഥവാ ചെങ്കോട്ട. 1638 മുഗൾ ചക്രവർത്തി ഷാജഹാൻ നിർമ്മിച്ച ഈ കോട്ട മുഗൾ സാമ്രാജ്യത്തിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്നു. 2.5 കിലോമീറ്റർ ചുറ്റളവുള്ള കോട്ടയ്ക്ക് 2 പ്രധാന കവാടങ്ങളുണ്ട്. 2.5 കിലോമീറ്റർ ചുറ്റളവുള്ള കോട്ടയ്ക്ക് 2 പ്രധാന കവാടങ്ങളുണ്ട്. ലാഹോർ കവാടവും ഡൽഹി കവാടവും. 10 വർഷം കൊണ്ടാണ് കോട്ട നിർമ്മിച്ചത്. അടുത്തത് ഞങ്ങളുടെ ലക്ഷ്യം പ്രിയപ്പെട്ട പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി അന്ത്യവിശ്രമം കൊള്ളുന്ന സഫ്ദർജംഗ് റോഡ് 1-ലെ ഇന്ദിരാഗാന്ധി മ്യൂസിയമായിരുന്നു. ഇന്ത്യയുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി അന്ത്യവിശ്രമം കൊള്ളുന്ന സഫ്ദർജംഗ് റോഡ് 1-ലെ ഇന്ദിരാഗാന്ധി മ്യൂസിയം ഞങ്ങൾ ചുറ്റി നടന്നു കണ്ടു. നെഹ്റുവിൻ്റെ പ്രിയപുത്രി ഇന്ദിരാ പ്രിയദർശിനി ബാല്യം മുതൽ കൗമാരം, യൗവനം, വിദ്യാഭ്യാസം, ഉപരിപഠനം, പ്രധാനമന്ത്രി, നയതന്ത്രം, ഭരണം, ഉഭയരാഷ്ട്ര ബന്ധങ്ങൾ, നീതിനിർവഹണം തുടങ്ങി ഇന്ത്യയുടെ നാഡീഞരമ്പുകളിലൂടെ ത്രസിച്ചിരുന്ന ഉരുക്കു വനിത. ഇന്ദിരാജിയുടെ റെസിഡൻസ്, ഓഫീസ്, ഡ്രസ് മെറ്റീരിയൽസ്, ഫർണിച്ചർ, ഉപയോഗിച്ചിരുന്ന കരകൗശല വസ്തുക്കൾ, നിർമ്മിക്കുന്ന കരകൗശല വസ്തുക്കൾ, അവാർഡുകൾ, ഗിഫ്റ്റുകൾ തുടങ്ങി ഇന്ദിരാജിയുടെ പൂജാമുറി വരെ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. വായനാശീലം, വായനാ ലോകം എന്നിവ പ്രതിഫലിപ്പിക്കുന്ന ശേഖരം അതിവിപുലവും അത്ഭുതവും ഉളവാക്കുന്നു. മലയാള പത്രങ്ങൾ മുതൽ ടൈംസ് മാഗസിൻ ഉൾപ്പെടെയുള്ള പ്രസിദ്ധീകരണങ്ങളിലെ ഇന്ദിരാഗാന്ധിയുടെ ചിത്രങ്ങളും വാർത്തകളും ഫ്രെയിം ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്നു. സ്വകാര്യ വസ്തുക്കൾ, കത്തുകൾ, ഡയറികൾ, സന്ദർശിച്ച നിരവധി സ്ഥലങ്ങളുടെ ചിത്രങ്ങൾ, നെഹ്റു കുടുംബത്തിൻ്റെ അപൂർവ ഫോട്ടോകൾ, ഭാരതരത്നം എന്നിവ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത് ആദരവോടെ നോക്കി നിന്നു പോകും. വിവിധ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ സമ്മാനിച്ച ഗിഫ്റ്റ്. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി, കർമ്മധർമ്മധീരയായിരുന്ന ഉരുക്കുവനിത ശ്രീമതി ഇന്ദിരാഗാന്ധി ഇവിടെ രക്തസാക്ഷിയായി. 6-ാം തീയതിയിലെ ഡൽഹി യാത്ര പൂർത്തിയാക്കി ഞങ്ങൾ കുറച്ചുപേർ ട്രെയിനിലും ബാക്കിയുള്ളവർ ബസ്സിലും ജമ്മു താവിയിലേക്ക് തിരിച്ചു.